ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ദിവസത്തെ നോമ്പുറയുടെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് പച്ചരിയും 1 കപ്പ് പൊന്നി അരി, നമ്മൾ ചോറ് വെക്കുന്ന പുഴുങ്ങലരി ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ അളവിൽ എടുക്കണം. എന്നിട്ടിത് നല്ലോണം കഴുകി നമുക്ക് കുതിർത്ത് വെക്കണം. പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ തേങ്ങാവെള്ളം 1 കപ്പ് തേങ്ങാവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കിതാ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഞാനിവിടെ ചേർക്കുന്നത് 5 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പപ്പടം, ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും നമ്മൾ തലേ ദിവസം തന്നെ ആക്കി വെക്കണം. ഇനി ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇതെല്ലാം കൂടെ അരച്ചെടുക്കാൻ പോകുന്നത്. 3-4 മണിക്കൂറെങ്കിലും അരി കുതിർത്തെടുത്തിട്ട് വേണം ഇങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ ഈസ്റ്റിൻ്റെ ഈ ഒരു കൂട്ട് ഈ ഒരു രീതിയിലാണ് ഉണ്ടാകുക. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു അരി അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അരി മിക്സിയുടെ ജാറിൽ പകുതി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈസ്റ്റിൻ്റെ കൂട്ടിൽ നിന്നും പകുതി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ മഷി പോലെ അരച്ചെടുക്കണം. ഇത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുടുക്കയിലാണ് ഞാനിപ്പോൾ ഈ ഒരു പോളയുടെ കൂട്ട് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതുപോലത്തെ കുടുക്ക ഉണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ സാധാരണ പാത്രത്തിലായാലും മതി. അപ്പോൾ ഇതുപോലത്തെ കുടുക്കയാകുമ്പോൾ നമുക്ക് നോമ്പ് ലാസ്റ്റ് വരെ നമുക്ക് പോള ചുട്ടെടുക്കാം, ഇതിൽ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാനിത് അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു അരിക്ക് ആവശ്യമുള്ള ഉപ്പ് കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാൻ പോവാണ്. അതും കൂടി നല്ലോണം അരച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു കുടുക്കയിലേക്ക് തന്നെ ഒഴിച്ച് വെക്കാം. പിന്നെ ഈ ഒരു മിക്സിയുടെ ജാറ് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് കഴുകി ഒഴിച്ച് കൊടുക്കാം. ജാറിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടി, നമ്മൾ മാവിൻ്റെ കട്ടി നല്ലോണം നോക്കണം. ഒരുപാട് ആവരുത്. ഈ ഒരു ലൂസിൽ വേണം ഇത് കലക്കി വെക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഒരു തുണി വെച്ചിട്ട് കെട്ടി വെക്കാൻ പോകുന്നതാണ്. അപ്പോൾ വിറകടുപ്പിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ, നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ ഇത് നല്ലോണം പൊങ്ങി വരും. ഇനി ഇത് നല്ലോണം കെട്ടി നമുക്ക് ചൂടുള്ള അടുപ്പിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് പിസ്സയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് കുഴച്ച് വെക്കാം. സാധാരണ പച്ചവെള്ളമാണ്. അപ്പോൾ നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും. ഞാനിതാ കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 2 കപ്പ് ഉണ്ടാകും ഈ ഒരു തേങ്ങാപ്പാൽ. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് സേമിയ നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ തേങ്ങാപ്പാലിൽ കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കസ്റ്റേർഡ് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് ഞാൻ ആദ്യം കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കസ്റ്റേർഡിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കസ്റ്റേർഡിൻ്റെ ഇതിലേക്ക് പാൽപ്പൊടി ഏകദേശം ഒരു 1.5 ടീസ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം അതും കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കസ്റ്റർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം.
ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കട്ടി കുറവായതുകൊണ്ട് കുറച്ചും കൂടി കസ്റ്റേർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിതാ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതാ നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് സ്റ്റൗ ടോപ്പിൽ നിന്നും ഇറക്കി വെച്ചിട്ട് നല്ലോണം ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ഇതിന് പുറത്ത് വെച്ചിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതാ ഞാൻ പിസ്സക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതാ വെളുത്തുള്ളി 2-3 അല്ലി ചെറുതാക്കി കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളിയുടെ ഒരു 1/4 ഭാഗം മതി ചെറിയ പീസാക്കി കട്ട് ചെയ്തതും ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കവും കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ചിക്കനും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. എല്ലില്ലാത്ത പീസ് ചിക്കന് നല്ലോണം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് മഞ്ഞൾ, മുളക്, ഉപ്പ്, കുരുമുളകൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുക്കാനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ 2 തക്കാളി ഞാനിതാ ചൂട് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റിയതിന് ശേഷം മുറിച്ചിട്ടതാണ് ഇതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ നമ്മുടെ ഈ ഒരു പിസ്സ സോസ് ഇവിടെ റെഡിയായി. പോളയുടെ മാവ് ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. 6 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഈ ഒരു പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത്. ഞാനിവിടെ സ്റ്റീലിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മാവ് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കോരിയെടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ പത മാത്രം ഇതുപോലെ കോരിയെടുത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യരുത്. ഇതുപോലെ മുകളിൽ നിന്നും ഇതുപോലെ കോരിയെടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടിച്ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചെമ്പിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇനി ഇത് ചൂടൊന്ന് പോയതിന് ശേഷം പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മുടെ അടിപൊളി പോളയാണിത്. അപ്പോൾ നമുക്കിനി പിസ്സയുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിതാ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പോൾ ഓവനിലാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഓവൻ നല്ലോണം ആദ്യം ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ പിസ്സയുടെ ബേസ് ആദ്യം ഒന്ന് ചുട്ടെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം ബേസിലേക്ക് പിസ്സ സോസ് ആക്കി കൊടുക്കാം. പിന്നെ ഞാനിതാ കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി എല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് മൊസറല്ല ചീസ്, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്തിട്ട് നമ്മളിതാ ഓവനിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിതാ ബ്രെഡിൻ്റെ മുകളിലും ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇതാ ഇനി ഫ്രൂട്ടെല്ലാം ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് എടുക്കാം. ഞാനിവിടെ ആപ്പിളും പഴവും പിന്നെ കുറച്ച് ഉറുമാമ്പഴവും ഈത്തപ്പഴമൊക്കെയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയം നമ്മൾ നോമ്പ് തുറക്കുന്ന ഈ ഒരു സമയത്താണ് കേട്ടോ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഫ്രൂട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് കസ്കസും കൂടി കുതിർത്തിയെടുത്ത കസ്കസും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം തണുപ്പിച്ചിട്ട് വേണം കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയുടെ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.